നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറി സിമി എച്ചിനെതിരെ ഇതുവരെയും പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. മുൻ നഗരസഭാ കൗൺസിലർ ജാഫർ സാദിഖ് നൽകിയ അപേക്ഷയിലാണ് മറുപടി. ഫയലുകളൊന്നും പെൻഡിംഗിലില്ലെന്നും വിവരാവകാശ രേഖ. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്കെതിരെ നഗരസഭയുടെ പരാതി. രോഗികളെ വലയ്ക്കുന്ന സമീപനമെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗം KA നവാസ്. ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ ഹെൽത്ത് ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്നും KA നവാസ്. അപൂർവ രോഗത്തോട് പൊരുതുന്ന കുഞ്ഞു മിയയ്ക്കായി കൈകോർത്ത മലയാളികൾ. ആയവന സ്വദേശികളായ ദമ്പതികളുടെ മകളായ മിയയുടെ ചികിത്സയ്ക്കായി 3 ദിവസത്തിനുള്ളിൽ 16.5 കോടി രൂപയാണ് സമാഹരിച്ചത്. സഹായത്തിന് നന്ദി അറിയിക്കുന്നതായി മിയയുടെ മാതാപിതാക്കൾ. വാളകം ബ്രൈറ്റ് പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥി നേതൃസംഘത്തിന്റെ സ്ഥാനാരോഹണം. ലഹരിവിരുദ്ധ ബോധവത്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ എക്സൈസ് ഇൻസ്പെക്ടർ അനിൽകുമാർ KS സ്കൂൾ ക്യാപ്റ്റന്മാർക്ക് ബാഡ്ജുകൾ അണിയിച്ചു. മൂവാറ്റുപുഴ നഗരസഭ 24-ാം വാർഡ് ഓണത്തെ വരവേൽക്കാൻ ബന്ദിപ്പൂ കൃഷിക്ക് തുടക്കം. ഓണത്തോടനുബന്ധിച്ച് വാർഡിലെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും അത്തപ്പൂക്കളം ഒരുക്കുന്നതിനായി ബന്ദിപ്പൂ സൗജന്യമായി വിതരണം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സണും വാർഡ് കൗൺസിലറുമായ ജോയ്സ് മേരി ആന്റണി കൃഷിയുടെ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറി സിമി എച്ചിനെതിരെ ഇതുവരെയും പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. മുൻ നഗരസഭാ കൗൺസിലർ ജാഫർ സാദിഖ് നൽകിയ അപേക്ഷയിലാണ് മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിൽ നിന്നും വിവരാവകാശ രേഖ ലഭിച്ചത്. മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറി സിമി എച്ചിനെതിരെ ഇതുവരെയും പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. മുൻ നഗരസഭാ കൗൺസിലർ ജാഫർ സാദിഖ് നൽകിയ അപേക്ഷയിലാണ് മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിൽ നിന്നും വിവരാവകാശ രേഖ ലഭിച്ചത്. മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറിയായി സിമി എച്ച് ചുമതല ഏറ്റതു മുതൽ അപേക്ഷാ തീയതി വരെ പൊതുജനങ്ങളിൽ നിന്നോ മറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നോ യാതൊരുവിധ പരാതികളോ ആക്ഷേപങ്ങളോ ലഭിച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത്. ഇതുകൂടാതെ നഗരസഭാ സെക്രട്ടറിയായി സിമി എച്ച് ചുമതല ഏറ്റെടുത്തതു മുതൽ ഒരു ഫയല് പോലും പെൻഡിംഗ് വെച്ചിട്ടില്ലെന്നും, എന്നാൽ സിമി എച്ച് അവധിയിൽ പോയ ദിവസങ്ങളിൽ ചുമതല കൈമാറിയതിനു ശേഷം സാങ്കേതിക കാരണങ്ങളാൽ ഫയലുകൾ പെൻഡിംഗ് ആവുകയും പൊതുജനങ്ങൾക്ക് സേവനം നിഷേധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു. മൂവാറ്റുപുഴ നഗരസഭയിൽ പുതിയ ഭരണസമിതി നിലവിൽ വന്ന മാസങ്ങൾക്കുള്ളിൽ സെക്രട്ടറിയും കൌൺസിലും തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു. നഗരസഭയിലെത്തുന്ന സാധാരണ ജനങ്ങളോട് സെക്രട്ടറി അപമര്യാദയായി പെരുമാറുകയും നിയമപരമായ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു കൌൺസിലിന്റെ ആരോപണം. തുടർന്ന് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിമി എച്ചിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിൽ പ്രമേയം അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ ഭരണസമിതി ഏകപക്ഷീയമായി പ്രമേയം പാസാക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇതിനെതിരെ നഗരസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ സമരം നടത്തുകയും ചെയ്തിരുന്നു. തർക്കങ്ങൾക്കൊടുവിൽ സിമി എച്ചിനെ മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അടിയന്തരമായി സ്ഥലം മാറ്റി സർക്കാർ ഉത്തരവിടുകയും ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യർ IAS ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കളമശ്ശേരി നഗരസഭയിലേക്കാണ് സെക്രട്ടറിയെ മാറ്റി നിയമിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്കെതിരെ നഗരസഭയുടെ പരാതി. രോഗികളെ വലയ്ക്കുന്ന സമീപനമാണെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗം KA നവാസ്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്കെതിരെ മൂവാറ്റുപുഴ നഗരസഭ അധികൃതർ DMOയ്ക്ക് പരാതി നൽകിയത് ആയിരക്കണക്കിന് രോഗികളെ വലിക്കുന്ന സമീപനമാണെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗവും CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ KA നവാസ്. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ഉൾപ്പെടെയുള്ളവർ വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകിയ പരാതികളെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യ വിഭാഗം ഇന്റേണൽ വിജിലൻസ് സംഘം ആശുപത്രിയിൽ പരിശോധന നടത്തിയിരുന്നു. നഗരസഭാ കൌൺസിലിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച HMC കമ്മിറ്റിയാണ് ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നിരിക്കെ ആശുപത്രിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ അതത് ദിവസം പരിഹരിക്കണമെന്നിരിക്കെ മുനിസിപ്പൽ ആക്ട് പ്രകാരമുള്ള ഉത്തരവാദിത്വങ്ങളും കടമയും അറിയില്ലാത്ത ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പരാതി അയച്ചത് കൂട്ട ഉത്തരവാദിത്വം മറന്ന് ആശുപത്രിയുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുമെന്നും KA നവാസ് പറഞ്ഞു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സത്യത്തിൽ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ നിലവിൽ താളം തെറ്റിക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നഗരസഭാ ഭരണകർത്താക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് രൂപപ്പെട്ട പ്രതിസന്ധിയാണ് ഇപ്പോൾ നഗരസഭാ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഭരണസമിതിക്ക് കീഴിലുള്ള ആശുപത്രിയിൽ പ്രതിസന്ധിയിലെത്തിക്കുന്നത്. ഇപ്പോൾ അവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ അവിടെ HMC കമ്മിറ്റിയുടെ ചെയർമാൻ മുനിസിപ്പൽ ചെയർമാനും എക്സ് ഒഫീഷ്യോ ആയിട്ടുള്ള സെക്രട്ടറി എന്ന് പറയുന്നത് സൂപ്രണ്ടുമാണ്. എല്ലാ ദൈനംദിന ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളും ആലോചിച്ച് നടപ്പാക്കേണ്ടത് ചെയർമാനുമായ സൂപ്രണ്ടാണ്. എന്നാൽ ഇപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ പക്ഷം അവിടെ അവരുമായി എല്ലാ ദിവസവും കാര്യങ്ങൾ ആലോചിച്ച് നടത്തണം എന്നുള്ളതാണ്. അത്
നിയമപരമായി അംഗീകരിക്കപ്പെട്ട ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിലല്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അയച്ച പരാതിയിൽ പറയുന്ന ഗൗരവമുള്ള വിഷയങ്ങളാണ്. ആ ഗൗരവമുള്ള വിഷയങ്ങൾ പല HMC കമ്മിറ്റികളും ചർച്ച ചെയ്യുകയും അതിനെ തുടർന്ന് അവിടുന്ന് റിപ്പോർട്ടാക്കി സൂപ്രണ്ട് നഗരസഭയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നഗരസഭയാണ് അത് ചെയ്യേണ്ടത്. സെപ്റ്റിക് ടാങ്കുമായി ബന്ധപ്പെട്ട വിഷയമെന്ന് പറയുന്നത് അവിടെ പല സ്ഥലങ്ങളിലായി സെപ്റ്റിക് ടാങ്കുകളുണ്ട്. ഈ ആശുപത്രിയിൽ ഓരോ ബിൽഡിങ്ങിനും ഓരോ സെപ്റ്റിക് ടാങ്കാണ്. 1500-ഓളം OP രോഗികളും അല്ലാതെ തന്നെ IP പേഷ്യൻ്റ് തന്നെ 200-300ഓളം IP പേഷ്യൻറ്റുമുള്ള ഒരു ആശുപത്രിയാണ്. ഇത് പെട്ടെന്ന് നിറയാനും തുടർന്ന് അത് പുറത്തേക്ക് ഒഴുകാനുള്ള സാഹചര്യമുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള വിഷയങ്ങൾ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് HMC കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും അതിനെ തുടർന്ന് പുതിയ ടാങ്ക് ഉൾപ്പെടെ നിർമ്മിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ്. ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്നും KA നവാസ് ആവശ്യപ്പെട്ടു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. അപൂർവ രോഗത്തോട് പൊരുതുന്ന 6 മാസം പ്രായമുള്ള കുഞ്ഞുമിയയ്ക്കായി കൈകോർത്ത് മലയാളികൾ. ആയവന സ്വദേശികളായ ജിനു, നിമ്മി ദമ്പതികളുടെ മകളായ മിയയുടെ ചികിത്സയ്ക്കായി 3 ദിവസത്തിനുള്ളിൽ 16.5 കോടി രൂപയാണ് സമാഹരിച്ചത്. അപൂർവ രോഗത്തോട് പൊരുതുന്ന 6 മാസം പ്രായമുള്ള കുഞ്ഞ് മിയ മരിയയുടെ ജീവൻ രക്ഷിക്കാൻ മലയാളി ഒന്നടങ്കം കൈകോർത്തു. സ്പൈനൽ മസ്കുലാർ അട്രോഫി ടൈപ്പ് 1 ബാധിച്ച മൂവാറ്റുപുഴ ആയവന സ്വദേശികളായ ജിനു, നിമ്മി ദമ്പതികളുടെ മകളായ മിയയുടെ ചികിത്സയ്ക്കായി 3 ദിവസത്തിനുള്ളിൽ 16.5 കോടി രൂപയാണ് ജനങ്ങൾ സമാഹരിച്ചത്. മിയ മരിയയ്ക്ക് 1 മാസം മുൻപാണ് രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ് കുഞ്ഞുമിയ. കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ജീൻ തെറാപ്പിക്ക് ഏകദേശം 16.5 കോടി രൂപയാണ് ചെലവ് വരുന്നത്. 1.5 വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ ഈ ചികിത്സ നൽകണമെന്നായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം. SMA ബാധിച്ച കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുക, ശ്വസിക്കുക, ഇരിക്കുക, നടക്കുക തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങൾ പോലും ബുദ്ധിമുട്ടാകാറുണ്ട്. നിലവിൽ ട്യൂബിലൂടെയാണ് മിയയ്ക്ക് ഭക്ഷണം നൽകുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ കാരുണ്യത്തോടെ കൈകോർത്തതോടെ നിസ്സഹായരായ ആ മാതാപിതാക്കളുടെ കണ്ണീരൊപ്പി മിയയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള വലിയൊരു വഴിയാണ് തുറന്നത്. എത്രയും വേഗം മരുന്നെത്തിച്ച് ചികിത്സ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ചികിത്സാ സഹായത്തിന് തുക സമാഹരിച്ചത്. ജനങ്ങൾ നൽകിയ വലിയ പിന്തുണയാണ് പ്രതീക്ഷ നൽകുന്നതെന്നും എല്ലാവരോടും നന്ദി അറിയിക്കുന്നതായും മിയയുടെ മാതാപിതാക്കൾ പറഞ്ഞു. വാളകം ബ്രൈറ്റ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി നേതൃസംഘത്തിന്റെ സ്ഥാനാരോഹണവും ലഹരി വിരുദ്ധ ബോധവത്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ എക്സൈസ് ഇൻസ്പെക്ടർ അനിൽകുമാർ KS സ്കൂൾ ക്യാപ്റ്റന്മാർക്ക് ബാഡ്ജുകൾ അണിയിച്ചു. വാളകം ബ്രൈറ്റ് പബ്ലിക് സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലെ വിദ്യാർത്ഥി നേതൃസംഘത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങായ ഇൻവെസ്റ്റിച്ചർ സെറിമണിയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുഖ്യാതിഥിയായ മൂവാറ്റുപുഴ എക്സൈസ് ഇൻസ്പെക്ടർ അനിൽകുമാർ KS സ്കൂൾ ക്യാപ്റ്റന്മാർക്ക് ബാഡ്ജുകൾ അണിയിച്ചു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങില് സംബന്ധിക്കാൻ സാധിച്ചതിൽ. ഇതുപോലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുക വഴി കുട്ടികളുടെ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഊർജം പകരാനും അവരുടെ വിദ്യാഭ്യാസപരമായും ഒക്കെയുള്ള പുരോഗതിക്ക് ഇത് ആക്കം കൂട്ടും. കോതമംഗലം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഇബ്രാഹിം KS ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സന്ദേശം നൽകി. ബ്രൈറ്റ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ രാജു വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാനേജർ സുനിൽ K. നൂറനാൽ, അഡ്മിനിസ്ട്രേറ്റർ KN രവീന്ദ്രൻ, പ്രിൻസിപ്പൽ ലക്ഷ്മി ഷൈൻ, അക്കാദമിക് കോർഡിനേറ്റർ അമ്പിളി S. നായർ, PTA ഭാരവാഹികൾ, മറ്റ് ട്രസ്റ്റ് അംഗങ്ങൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു.
അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ നഗരസഭ 24-ാം വാർഡിൽ ഓണത്തെ വരവേൽക്കാൻ ബന്ദിപ്പൂ കൃഷിക്ക് തുടക്കം. ഓണത്തോടനുബന്ധിച്ച് വാർഡിലെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും അത്തപ്പൂക്കളം ഒരുക്കുന്നതിനായി ബന്ദിപ്പൂ സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് നഗരസഭാ ചെയർപേഴ്സണും വാർഡ് കൗൺസിലറുമായ ജോയിസ് മേരി ആന്റണി. മൂവാറ്റുപുഴ നഗരസഭ 24-ാം വാർഡിൽ ഓണാഘോഷങ്ങളുടെ ഭാഗമായുള്ള അത്തപ്പൂക്കളത്തിനാവശ്യമായ ബന്ദിപ്പൂ ലഭ്യമാക്കുന്നതിന് ബന്ദിപ്പൂ കൃഷിക്ക് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സണും വാർഡ് കൗൺസിലറുമായ ജോയിസ് മേരി ആന്റണി കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണത്തോടനുബന്ധിച്ച് വാർഡിലെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും അത്തപ്പൂക്കളം ഒരുക്കുന്നതിനായി ബന്ദിപ്പൂ സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് ജോയിസ് മേരി ആന്റണി പറഞ്ഞു. നഗരസഭയിലെ SNDP വാർഡ് 24-ാം വാർഡിൽ ഇന്ന് ബന്ദി കൃഷിക്ക് തുടക്കം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ മുൻ കൗൺസിലറായിരുന്ന ശ്രീ ജിനു മടക്കൻ തുടങ്ങി വെച്ച ഒരു കാര്യമാണ് ബന്ദി കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാം. കാരണം ഇതൊന്ന് വളർന്നു വന്നു കഴിയുമ്പോൾ വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. ഇവിടെ പ്രദേശവാസികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരു കാഴ്ചയാണിത്. അതോടൊപ്പം തന്നെ ഓണം വരികയാണ്. അപ്പോൾ ഓണത്തിനെ വരവേക്കാനാണെങ്കിലും പൂക്കൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ്. ബന്ദി 2 കളറുകളിലായിട്ടാണ്. ഇന്നിപ്പം അത് നട്ടു. നമ്മുടെ തൊഴിലുറപ്പിലെ ഉള്ളവരുടെ സഹകരണത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ആ ചേച്ചിമാരെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം ഏതാനും മാസങ്ങൾക്കകം തന്നെ ഇത് വിളവെടുത്ത് ഓണം നല്ല മനോഹരമായിട്ട് തന്നെ ആഘോഷിക്കാൻ കഴിയും എന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഒരു വാർഡ് കൗൺസിലർ എന്നുള്ള നിലയിൽ വാർഡിൽ ഇത്തരത്തിലൊരു പൂന്തോട്ടം നിർമ്മിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വള്ളക്കാലിൽ റോഡിലെ പുറമടത്തോട്ടം PN രഞ്ജൻ കൃഷിക്കായി വിട്ടു നൽകിയ 25 സെന്റ് സ്ഥലത്താണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളുടെയും വാർഡിലെ സന്നദ്ധ പ്രവർത്തകരുടെയും സഹകരണത്തോടെയാണ് കൃഷി ആരംഭിച്ചത്. വാർഡിലെ പ്രവർത്തകരായ റിജി PK, മോഹനൻ ലാൽ PK, മഞ്ജു എന്നിവരും തൊഴിലുറപ്പ് തൊഴിലാളികളും കൃഷിക്ക് നേതൃത്വം നൽകി. വാർഡിൽ ഉടൻ തന്നെ പച്ചക്കറി കൃഷിയും വ്യാപിപ്പിക്കുമെന്നും ജോയിസ് മേരി ആന്റണി പറഞ്ഞു. MCS Hospital, we take care of your health. ട്രാക്കാട് സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. H&C പബ്ലിക്കേഷൻസിന്റെ സഹകരണത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ട്രാക്കാട് സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. H&C പബ്ലിക്കേഷൻസിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പുസ്തക പ്രദർശനത്തിൽ പ്രകാശ് ശ്രീധർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിവിധ പ്രായത്തിലുള്ളവർക്ക് അനുയോജ്യമായ നിരവധി പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. വായനയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക, അറിവ് വികസിപ്പിക്കുക, വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീവിദ്യ KR അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന യോഗത്തിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുടെയും പുതുപ്പാടി മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ NSS യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ ഡോക്ടർമാരെ ആദരിച്ചു. ആരോഗ്യരംഗത്ത് നിസ്വാർത്ഥ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാരോടുള്ള ആദരസൂചകമായി NSS വോളണ്ടിയർമാർ സ്നേഹോപകാരങ്ങൾ സമർപ്പിച്ചു. ജനറൽ ആശുപത്രിയിലെ RMO ഡോക്ടർ ടെസി ജോസ്, ഫിസിഷ്യൻ ഡോക്ടർ ദീപ KH, നഴ്സിംഗ് സൂപ്രണ്ട് ഇന്ദിര, സ്റ്റോർ സൂപ്രണ്ട് രേഷ്മ ഇസ്മയിൽ, ആശുപത്രി PRO ശ്രീരാജ് എന്നിവർ പ്രസംഗിച്ചു. ആശുപത്രി അധികൃതർ, ഡോക്ടർമാർ, ജീവനക്കാർ, മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ അധ്യാപകരും NSS വോളണ്ടിയർമാരും പരിപാടിയിൽ പങ്കെടുത്തു. അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ആയവന പാലിയത്ത് മറിയക്കുട്ടി സേവ്യർ നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച 11-ന് ആയവന തിരുഹൃദയ പള്ളിയിൽ. ആനിക്കാട് പേടിക്കാട്ടുകുന്നൽ മാനുവൽ ചാക്കോ നിര്യാതനായി. സംസ്കാരം നടത്തി ഭാര്യ പരേതയായ റോസമ്മ, രാജക്കാട് താന്നിക്കൽ കുടുംബാംഗം. മക്കൾ ആശ, ജോഷി, ജോമി. മരുമക്കൾ ഇമ്മാനുവൽ, ഷിനോയി, അജി.
ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.